നമസ്കാരം. ഓം നമഃ ശിവായ. പുതുവർഷമൊക്കെ പിറന്നു കഴിഞ്ഞു. എല്ലാ കാര്യത്തിലും ഉയർച്ചയും ഭാഗ്യവുമൊക്കെ ഉണ്ടാകണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, അല്ലേ? പുതുവർഷം പല നാളുകൾക്കും പല ഫലങ്ങളാണ് നൽകുന്നത്. ചിലർക്ക് നല്ലതും അതേസമയം ചിലർക്കത് മോശമായിരിക്കാം, ചിലർക്ക് സമ്മിശ്രമായിരിക്കാം. അതായത് മോശവും നല്ലതുമൊക്കെ ഉള്ള ഒരു വർഷമായിരിക്കാം ചിലർക്ക്. ശനിയുടെ മാറ്റം കാരണം ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് കയ്യിൽ ഈ വർഷം പണം വന്ന് നിറയും. ഇതൊരു പൊതുബലമാണ്. ജാതകം വെച്ച് നോക്കുമ്പോൾ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. എങ്കിലും പൊതുബല പ്രകാരം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് കയ്യിൽ പണം വരുന്നത് അല്ലെങ്കിൽ സർവ്വ ഐശ്വര്യങ്ങൾ വരുന്നത് ഈ വർഷം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് ഏതൊക്കെ നക്ഷത്രമാണ് അത് എന്ന് അറിയാം. കാർത്തിക നക്ഷത്രം ഈ ഗണത്തിൽപ്പെടുന്ന ഒന്നാമത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. പുതുവർഷത്തിൽ ഇവർക്ക് ധനഭാഗ്യം ബലമായിട്ട് പറയുന്നുണ്ട്. ഇവരെ തേടിയിട്ട് പല രീതിയിലും പണത്തിൻ്റെ ഒഴുക്കുണ്ടാകുമെന്നാണ് പറയുന്നത്. കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചിരുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് വലിയ രീതിയിലുള്ള പണത്തിൻ്റെ ഒഴുക്കുണ്ടാകും. അതായത് വിചാരിക്കാതെ പലയിടങ്ങളിൽ നിന്നും പൈസ കയ്യിലേക്ക് വരും. പണമാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന ആവശ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പണം പല രീതിയിലും ഇവരുടെ കയ്യിലേക്ക് വരും. മാത്രമല്ല ജീവിതത്തിലെ ചില സൗഭാഗ്യങ്ങളൊക്കെ ഈ 2025 ഇവരെ തേടിയെത്തുന്നതായി കാണുന്നു. പ്രതീക്ഷിക്കാത്ത ചില സൗഭാഗ്യങ്ങൾ, അത് ജോലി സംബന്ധമാകാം, ചിലപ്പോൾ വാഹനം വാങ്ങുന്നതാകാം, വീട് വാങ്ങുന്നതാകാം, മറ്റ് പല കാര്യങ്ങളാകാം. അങ്ങനെ പല കാര്യങ്ങളും. മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. പുതുവർഷത്തിൽ ധനം സമ്പാദിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ധനം കയ്യിൽ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം. ഇവർക്ക് പുതുവർഷം ഗ്രഹങ്ങളുടെ അനുകൂല സാഹചര്യം കാരണം ധനഭാഗ്യം വന്നു ചേരുമെന്നാണ് പറയുന്നത്. ഇവരുടെ കയ്യിലേക്കും പണം വന്നു ചേരും, ആഗ്രഹങ്ങൾ നിവർത്തിക്കാൻ കഴിയും. അങ്ങനെ ഇവർ കുറേ നാളായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ, അതായത് വലിയ വലിയ ആഗ്രഹങ്ങളാണ്. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ചിലപ്പോൾ ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുകയായിരിക്കും, ചിലപ്പോൾ ഒരു ജോലി, നല്ലൊരു ജോലി, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങണം, ഒരു ഭൂമി വാങ്ങണം. അങ്ങനെ പല പല ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ പല ആഗ്രഹങ്ങളുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് അവരുടെ ആഗ്രഹ സാഫല്യം കൂടി ഈ വർഷം ഉണ്ടാകുന്നു. പല ഭാഗ്യങ്ങൾക്കൊപ്പം ധനഭാഗ്യവും ഇവർക്ക് ബലമായിട്ട് പറയുന്നുണ്ട്. അടുത്ത നക്ഷത്രം മകീരം നക്ഷത്രമാണ്. പുതുവർഷം ഇവർക്കും ധനഭാഗ്യം പറയുന്നുണ്ട്. സർവ്വ ഐശ്വര്യങ്ങളും ഇവർക്ക് 2025 ഉണ്ടാകും. സാമ്പത്തിക ഉന്നതി ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് മകീരം നക്ഷത്രക്കാർക്കും ഈ വർഷം ചില പുതിയ ഉന്നതി ഉണ്ടാകും. ജീവിതത്തിൽ കുറച്ച് മാറ്റമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ്. ഈ ഗണത്തിൽപ്പെട്ട അടുത്ത നക്ഷത്രമാണ് ഉത്രം. സാമ്പത്തിക ഉന്നതി ഈ നക്ഷത്രത്തിന് പുതുവർഷത്തിൽ പറയുന്നു. സാമ്പത്തികമായി 2025 വലിയ നേട്ടം കൈവരിക്കാൻ കഴിയുന്ന ഒരു നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം. ജോലി സംബന്ധമായൊക്കെ വലിയ അനുകൂലമായ അവസ്ഥയുണ്ടാകും. ഏറെ ഐശ്വര്യവും ഭാഗ്യവുമൊക്കെ ഈ വർഷം ഉത്രം നക്ഷത്രക്കാരെ തേടി എത്തുന്നതായിട്ടാണ് കാണുന്നത്. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ലാഭവും ഉയർച്ചയും ഈ പുതുവർഷത്തിൽ ബലമായിട്ട് പറയുന്നു. കുറേ നാളുകളായി ജീവിതത്തിൽ കുറേ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചിരിക്കുന്ന അത്തം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നു. ജീവിത നിലവാരം ഇവരുടെ ഉയരുന്നു. അതായത് ഇവരിലേക്ക് അപ്രതീക്ഷിതമായിട്ടാണ് ധനം വന്നു ചേരുന്നത്. ചിലപ്പോൾ ലോട്ടറി എടുത്ത് ലോട്ടറി അടിക്കുന്നതാകാം, അല്ലെങ്കിലും മറ്റ് ഏതെങ്കിലും കുടുങ്ങിക്കിടക്കുന്ന പണം ഇവരുടെ കയ്യിലേക്ക് വന്നു ചേരുന്നതാകാം. അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനഭാഗ്യം ഈ നക്ഷത്രക്കാരെ തേടി എത്തും. ഉയർച്ചയും എല്ലാ രംഗങ്ങളിലും ഉന്നതിയും ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ പല മേഖലകളിലും ഇവർക്ക് നല്ല ഒരു അവസ്ഥയാണ് ഉള്ളത്.
ചിത്തിര നക്ഷത്രമാണ് അടുത്ത നക്ഷത്രം. ഇവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യവുമൊക്കെ 2025 ഫലമായിട്ട് പറയുന്നു. ധനലാഭമുണ്ടാകും, സാമ്പത്തിക ഉന്നതിയൊക്കെ ഇവരെ തേടിയെത്തും. സമ്പത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനമെന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ലഭിക്കുക എന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അങ്ങനെ ചിത്തിര നക്ഷത്രക്കാർക്കും അതിനുള്ള ഭാഗ്യമുണ്ട്. അവിട്ടം നക്ഷത്രമാണ് അടുത്തത്. ഈ വിഭാഗത്തിൽപ്പെട്ട അടുത്ത നക്ഷത്രമാണ് അവിട്ടം. ഇവർക്കും ഏറെ ഉയർച്ചയും ഭാഗ്യവും ഫലമായിട്ട് പറയുന്നുണ്ട്. സാമ്പത്തിക ലാഭം ഈ അവിട്ടം നക്ഷത്രക്കാർക്കുണ്ടാകും. സർവ്വ ഐശ്വര്യങ്ങളും ഇവരെ തേടി എത്തുന്നതായിട്ടാണ് കാണുന്നത്. 2025 ഇവർക്കും അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണ്. കയ്യിലേക്ക് പണം വന്ന് നിറയുന്ന ഒരു വർഷമായിട്ട് കാണും. അടുത്ത നക്ഷത്രം ചതയമാണ്. പുതുവർഷത്തിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന, ഏറെ അപ്രതീക്ഷിത ലാഭങ്ങൾ നേടുന്ന അടുത്ത നക്ഷത്രമാണ് ചതയം നക്ഷത്രം. പല രീതിയിലും ഇവരെ തേടി സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ഇവരിലേക്ക് പണം എത്തും. ഒപ്പം നിങ്ങൾ ഈശ്വരവിശ്വാസം കൊണ്ട് നടക്കേണ്ടതുണ്ട്. ക്ഷേത്രങ്ങളിൽ പോവുക, ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുക. അങ്ങനെ അടുത്ത നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ്. ഈ വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും അവസാനത്തെ നക്ഷത്രമാണ് പൂരുരുട്ടാതി നക്ഷത്രം. ഇവർക്കും പുതുവർഷം സാമ്പത്തിക ഉന്നതി ഫലമായിട്ട് പറയുന്നുണ്ട്. പല രീതിയിലും ഈ നാളുകാരെ തേടി സാമ്പത്തിക ലാഭം എത്തുമെന്നാണ് പറയുന്നത്. സമ്പത്ത് ഇവരുടെ കയ്യിലേക്ക് വരും, പണം വരും. 2025 ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് പണം വന്നു ചേരുന്ന ഒരു വർഷമാണ്. ബാക്കിയുള്ള ആളുകളുടെ ജീവിതം മോശമാണ്, അവരുടെ കയ്യിലേക്ക് പണം എത്തില്ല എന്നൊന്നുമല്ല പറയുന്നത്. ഇതൊരു പൊതുഫലമാണ്. ജാതകവശാൽ ഇതിൽ മാറ്റങ്ങൾ വരാം. പിന്നെ ഈശ്വരാനുഗ്രഹമാണ് ഏറ്റവും പരമപ്രധാനം. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ മനസ്സറിഞ്ഞ് വിളിക്കുക, അതിലപ്പുറത്തേക്കൊന്നുമില്ല.